ഗുഡ് മോർണിംഗ് മാഡം, എന്താ വിശേഷം? രാവിലെ എന്തിട്ട പരിപാടി? മുട്ട കറി വെക്കണം. മുട്ട കറി വെക്കണം. ഈ 2 മുട്ട ഉള്ളു വരണം. നിങ്ങൾക്ക് ഒരെണ്ണുള്ളൂ. എനിക്കൊരു മുട്ട വറുത്ത് കൊടുക്കണം. ഒരു മുട്ട ഉണ്ട് കറി. പെട്ടെന്ന് ഉണ്ടാക്കണ ഒരു കറി അല്ലേ? നമുക്ക് പണിക്ക് കൊണ്ടുപോകുമ്പോ അല്ലെങ്കിൽ സ്കൂളിൽ കൊണ്ടുപോകുമ്പോ പിന്നെ പയറ് വെച്ചിട്ടുണ്ട്. പയറുപ്പേരി ഉണ്ടായി. അപ്പൊ ഇനി ചാറായിട്ട് മുട്ട കറി ആയിക്കോട്ടെ. അച്ചാറൊക്കെ ഇരിക്കണ്ടല്ലോ. മതി, ധാരാളമായി. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാ കറി ഉണ്ടാക്കണേ? ഇത് പാലെടുക്കാനുണ്ട്. ഇതില് 2 പാൽ എടുക്കൂലേ? ഒരു പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തലപ്പാല് മാറ്റി വെച്ചിട്ടുണ്ട്. 2 പാല് റെഡി മുട്ടക്കറിക്കുള്ളത്. ഒരു സവാള, 2 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇത്ര മതിയല്ലേ? ഒരു മുട്ടയും, ഒരു തേങ്ങാപ്പാലും, മല്ലിപ്പൊടി, മുളക് പൊടി. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള മുട്ടക്കറി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചങ്കുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം. വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. ഞങ്ങൾക്ക് ഒരു മുട്ട ഉണ്ടാക്കണുള്ളൂ. ഒരു മുട്ടക്കറി മതി. ചൂടായി ഉണ്ടാവും. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇല്ല, തക്കാളി ഇല്ല, അതൊന്നും വേണ്ട. ഇത് മതി. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിലൊരു കറി. ഇതിനേക്കാൾ സിമ്പിളായിട്ട് ചെയ്യുന്ന പണിയുണ്ട്. എന്നാലും നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് മാത്രം അല്ലേ? മഞ്ഞപ്പൊടി ഇടാം. ഉപ്പ് ആവശ്യാനുസരണം അല്ലേ? ആവശ്യത്തിന് മാത്രം. അങ്ങനെ നമ്മുടെ ഈ വഴിക്കുള്ള പൂരങ്ങളൊക്കെ കഴിഞ്ഞില്ലേ ഏകദേശം? ഉത്രാളിക്കാവ് ഉണ്ട്. അത് അടുത്തിട്ടുണ്ട്. സവാള ശരിക്കും വാറണല്ലേ? നമ്മളെ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇനി മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി അല്ലേ? മുളക് കുറവ്. നമ്മൾ ഗരം മസാല ഇടും. കുരുമുളക് പൊടി ഇടും? ഇല്ല. വിനാഗിരി ഒഴിക്കും. സിമ്പിൾ പരിപാടി അല്ലേ? ഈ രാവിലെ പണിക്കൊക്കെ പോകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിൽ കൊണ്ടാൻ പിള്ളേർ എന്തെങ്കിലും ഉപയോഗിക്കുക. പെട്ടെന്നൊരു കറി എന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ്. രണ്ടാം പാല് ഞങ്ങൾ തിളക്കണം. തിളച്ചിട്ട് ചെറുതാക്കി വെച്ചിട്ട് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. മുട്ട പൊട്ടിച്ച് വെച്ച് ചെറുതീയിൽ കിടന്ന് റെഡി ആകുമ്പോൾ എന്നിട്ട് ഗരം മസാലപ്പൊടി ഇടും, വിനാഗിരി ഒഴിക്കും. മസാലപ്പൊടി ഇട്ട് തിളക്കട്ടെ. ആയിട്ടില്ല.
ഇത് തിളച്ചല്ലോ. ചെറുതാക്കി ചേർത്തി നീ തീ ചെറുതാക്കി വെക്കണം അല്ലേ? വളരെ ചെറുതാക്കിയിട്ട് നമ്മൾ തീ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇന്നലെ പരിപാടി ഞാൻ ഉറക്കണ തീ ചെറിയ തീ കിടന്നിട്ട് ഇതിപ്പോ തിളച്ചിട്ടുണ്ട്. ഇത് കലങ്ങിപ്പോവില്ല പൊട്ടിച്ചിട്ട് വെട്ടി തിളക്കണില്ലല്ലോ. ഗരം മസാല ഈ ചിക്കൻ മസാല ഇട്ട് ഉണ്ടാക്കാല്ലേ? മുളക് പൊടി ഇതൊക്കെ അപ്പൊ നമ്മുടെ മുട്ടക്കറി, എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന മുട്ടക്കറി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടേ ഇറക്കി വെക്കാം. അങ്ങനെ തീ ചെറുതാക്കിയൊക്കെ അപ്പൊ നമുക്ക് ഓഫാക്കാം. അപ്പൊ നമുക്ക് തലപ്പാൽ ഒഴിക്കാം. ഓഫാക്കാം. ഒന്ന് തിള വന്ന ഒന്ന് പൊട്ടിയ ഓഫാക്കാം. ഇനി ഒരു തുണ്ട് വിനാഗിരി. അപ്പോൾ നമ്മുടെ ഈസി മുട്ടക്കറി റെഡി. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈസി മുട്ടക്കറി. അപ്പോൾ ഉണ്ടാക്കാത്ത ആൾക്കാർ ഉണ്ടാക്കി നോക്കുക, എളുപ്പത്തിൽ കഴിയും, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ മുട്ടക്കറി. കണ്ടോ, മുട്ട ഉടഞ്ഞ പോകാണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് നമ്മുടെ മുട്ടക്കറി? സൂപ്പറല്ലേ? അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.